The determinant of a square matrix. എല്ലാ സ്ക്വയർ മെട്രിക്സുമായിട്ട് നമ്മളൊരു നമ്പർ അസോസിയേറ്റ് ചെയ്യും. ആ നമ്പറിന് നമ്മൾ പറയുന്ന പേരാണ് ഡിറ്റർമിനൻറ്റ്. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഡെഫിനിഷൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1/1 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്താണെന്ന് അറിഞ്ഞാൽ 2/2 ഡിഫൈൻ ചെയ്യാൻ പറ്റൂ. 2/2യുടെ ഡിറ്റർമിനൻ്റ് വെച്ചിട്ടാണ് നമ്മൾ 3/3 ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ സക്സസീവ്ലി ഓരോ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ആദ്യമേ നമ്മൾ 1/1 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്താൽ മതി. ഒരു 1/1 മെട്രിക്സ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിനകത്ത് ഒരു എൻട്രി മാത്രമേ കാണത്തുള്ളൂ. സപ്പോസ് എക്സ് ആണ് ആ എൻട്രി എങ്കിൽ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ ഇതുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന നമ്പർ എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്. ദറ്റ് ഈസ് ദ ഡിറ്റർമിനൻ്റ് ഓഫ് എ 1/1 മെട്രിക്സ് ഇസ് ദി എൻട്രി ഇറ്റ് സെൽഫ്. ഓക്കെ, ഇനി 2/2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ 3 കാര്യങ്ങൾ പഠിക്കണം. ഒന്ന്, ഒരു 2/2 മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം 2/2 അല്ല ഏത് മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം ഓരോ എൻട്രീസിനും 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ദ എൻട്രി. രണ്ട്, സൈൻ ഓഫ് ആൻ എൻട്രി. 3, മൈനർ ഓഫ് ദി entry. Okay, first one entry, sign of the entry, minor of the entry. നമുക്കൊരു 2/2 മെട്രിക്സ് എടുക്കാം. 2/2 മെട്രിക്സിൻ്റെ ജനറൽ ഫോമാണ് A11, A12, A21, A22. ഓക്കെ, ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ദി എൻട്രി എന്ന് പറയുന്നത് A11 ആണ്. ഈ എൻട്രിക്ക് ഒരു സൈൻ കാണും. സൈൻ ഓഫ് ദി എൻട്രി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AIJ. എൻട്രി AIJ ആണ് എങ്കിൽ ദ സൈൻ ഓഫ് ദി എൻട്രി ഈസ് -1 raised to I plus j. -1 raised to I plus j ആയിരിക്കും അതിൻ്റെ സൈൻ. ഫോർ എക്സാമ്പിൾ 2/2 മെട്രിക്സിൻ്റെ സൈൻ കൺവെൻഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം നമുക്ക്. ഇതിൻ്റെ സൈൻ എന്തായിരിക്കും? -1 raised to 1 plus 1, ദാറ്റ് ഈസ് -1 squared. -1 squared is +1 ആണ്. സോ ദ സൈൻ ഈസ് പോസിറ്റീവ്. ഇതിൻ്റെ ആകുമ്പോൾ -1 raised to I plus j. ഹിയർ I plus j is 3. അപ്പോൾ -1 ക്യൂബ് എന്ന് പറയുന്നത് -1 തന്നെയാണ്. സോ അതിൻ്റെ സൈൻ മൈനസ് ആണ്. A21 ദാറ്റ് ഈസ് ഓൾസോ -1 raised to 3, ദാറ്റ് ഈസ് മൈനസ്. A22യുടെ സൈൻ 2 + 2 4 വരും. -1 raised to 4 പോസിറ്റീവ് ആണ്. സോ ഇറ്റ് ഈസ് പ്ലസ്. അപ്പോൾ ഇങ്ങനെയാണ് 2/2 മെട്രിക്സിൻ്റെ സൈൻ വരുന്നത്. ഓക്കെ, ഇനി മൈനർ ഓഫ് ദി എൻട്രി എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എൻട്രി വരുന്ന റോസും കോളംസും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന സബ്മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റിനെയാണ് നമ്മൾ മൈനർ ഓഫ് ദി എൻട്രി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഈ എൻട്രിയുടെ മൈനർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ റോയും ഇതിൻ്റെ കോളവും എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ റോയും ഈ കോളവും എലിമിനേറ്റ് ചെയ്യണം. A11 വരുന്ന റോയും കോളവും എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എനിക്ക് ഒരു എൻട്രി മാത്രമേ കാണത്തുള്ളൂ. അതൊരു 1/1 മെട്രിക്സ് ആയിട്ട് മാറും. ആ ബാക്കി വരുന്ന പോർഷൻ്റെ ഡിറ്റർമിനൻ്റിനെയാണ് നമ്മൾ മൈനർ എന്ന് പറയുന്നത്. ഓൾറെഡി 1/1 മെട്രിക്സുകൾക്ക് നമ്മൾ ഡിറ്റർമിനൻറ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ദ ഡിറ്റർമിനൻറ്റ് ഓഫ് 1/1 മെട്രിക്സ് ഇസ് ദി എൻട്രി ഇറ്റ് സെൽഫ്. സോ മൈനർ ഓഫ് A11 എന്ന് പറയുന്നത് A22 ആണ്. അതേസമയം A12യുടെ മൈനർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റോസും അതിൻ്റെ കോളംസും കളഞ്ഞിട്ട് ബാക്കി വരുന്ന സബ് ഡിറ്റർമിനൻറ്റ് ബാക്കി വരുന്നത് A21 ആണ്. അതിൻ്റെ ഡിറ്റർമിനൻറ്റ് A21 തന്നെയാണ്. സോ മൈനർ ഇസ് A21. ഇങ്ങനെ ഓരോ എൻട്രീസിനും എനിക്ക് മൈനറും കാൽക്കുലേറ്റ് ചെയ്യാം, സൈൻ ഓഫ് ദി എൻട്രിയും കാൽക്കുലേറ്റ് ചെയ്യാം. ഈ മൈനറുടെയും സൈൻ്റെയും പ്രോഡക്റ്റിന് നമ്മൾ പറയുന്ന പേരാണ് കോഫാക്ടർ ഓഫ് ദി എൻട്രി. കോഫാക്ടർ ഓഫ് ദി എൻട്രി ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് സൈൻ ആൻഡ് മൈനർ. അപ്പം നമുക്ക് ജനറലി ഇങ്ങനെ എഴുതാം: കോഫാക്ടർ ഓഫ് എൻട്രി ഇസ് ഈക്വൽ ടു സൈൻ ഓഫ് ദി എൻട്രി ഈസ് -1 raised to I plus j ഇൻറ്റു MIJ. MIJ എന്ന് പറയുന്നത് ijth പൊസിഷൻ്റെ മൈനർ. ഫോർ എക്സാമ്പിൾ 11th പൊസിഷൻ ആണെങ്കിൽ അതിൻ്റെ റോയും കോളവും കളഞ്ഞിട്ട് A22 ആയിരിക്കും അതിൻ്റെ മൈനർ. ഓക്കെ, നമുക്കിനി ഒരു കാര്യം ചെയ്ത് നോക്കാം. ഇനി ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഏത് റോയിൽ അല്ലെങ്കിൽ ഏത് കോളത്തിലും ഇവർ 3 പേരുടെ പ്രോഡക്റ്റ് എടുത്ത് സം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് യുണീക്കായിട്ട് ഒരു നമ്പറേ കിട്ടത്തുള്ളൂ. ഈ പ്രോസസ്സ് നമ്മൾ ഏത് കോളത്തിൽ ചെയ്താലും ശരി ഏത് റോയിൽ ചെയ്താലും ശരി നമുക്ക് യുണീക്കായിട്ടുള്ള ഒരു നമ്പറേ കിട്ടത്തുള്ളൂ. ആ നമ്പറാണ് ഡിറ്റർമിനൻറ്റ് ഓഫ് ദി മെട്രിക്സ് എന്ന് പറയുന്നത്. നമുക്ക് 2/2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ, 2/2 മെട്രിക്സ് A11, A12, A21, A22. അപ്പം ഞാൻ അലോങ് ഫസ്റ്റ് റോ നോക്കാം. അലോങ് ഫസ്റ്റ് റോയിൽ വന്നിട്ട്
ദിസ് ഇസ് മൈ ഫസ്റ്റ് റോ. ഫസ്റ്റ് റോയിൽ വന്നിട്ട് ആദ്യം ഇത് ഈ എൻട്രി ഈസ് A11 ഇൻറ്റു സൈൻ ഓഫ് ദാറ്റ് എൻട്രി ഈസ് പോസിറ്റീവ്, സോ ദാറ്റ് ഈസ് +1 ഇൻറ്റു മൈനർ ഓഫ് ദ എൻട്രി എന്ന് പറയുമ്പോൾ അതിൻ്റെ റോസും കോളംസും കളഞ്ഞിട്ട് ബാക്കി വരുന്ന സബ് ഡിറ്റർമിനൻറ്റ് ദാറ്റ് ഈസ് A22 പ്ലസ് അടുത്ത എൻട്രി A12 ഇൻറ്റു സൈൻ ഓഫ് ദി എൻട്രി ദാറ്റ് ഈസ് -1 ഇൻറ്റു മൈനർ ഓഫ് ദാറ്റ് എൻട്രി, ആ എൻട്രിയുടെ മൈനർ A21 ആണ്, സോ A21. സോ വി ഗെറ്റ് A11 A22 മൈനസ് A12 A21. ഇതാണ് നമുക്ക് കിട്ടുന്ന നമ്പർ. ഓക്കെ, ഇതേ പ്രോസസ്സ് ഞാൻ സെക്കൻഡ് റോയിലാണ് ചെയ്യുന്നതെങ്കിലും ഐ വിൽ എൻഡ് അപ്പ് വിത്ത് ദി സെയിം നമ്പർ. ലെറ്റ് us try that. സെക്കൻഡ് റോയിൽ പോയിട്ട് ദി എൻട്രി ദാറ്റ് ഈസ് A21, ദിസ് ഇസ് ഫസ്റ്റ് റോ, ദിസ് ഇസ് അലോങ് സെക്കൻഡ് റോ. Second row A21 into sign of the entry. A21 the sign is negative, so -1 into minor of the entry. ആ എൻട്രിയുടെ മൈനർ A12 ആണ്, A12. ഓക്കെ, പ്ലസ് അടുത്ത എൻട്രി A22 ഇൻറ്റു അതിൻ്റെ സൈൻ +1 ആണ്, ഇൻറ്റു അതിൻ്റെ മൈനർ, അതിൻ്റെ റോസും കോളംസും കളയുമ്പോൾ റിമൈനിങ് വിൽ ബി A11. ഓക്കെ, സോ വി ഗെറ്റ് minus A12 A21 plus A11 A22, and that is same as A11 A22 minus A12 A21, the same number. ഇതേ നമ്മൾ ഫസ്റ്റ് കോളത്തിലാണ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് കോളത്തിൽ പോയിട്ട് ഈ എൻട്രിയും ഇതിൻ്റെ സൈനും ഇതിൻ്റെ മൈനറും മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് ഈ എൻട്രി ഇതിൻ്റെ സൈൻ ഇതിൻ്റെ മൈനർ മൾട്ടിപ്ലൈ ചെയ്താലും വി വിൽ എൻഡ് അപ്പ് വിത്ത് ദിസ് സെയിം നമ്പർ. സെക്കൻഡ് കോളത്തിൽ നമ്മളിത് ചെയ്താലും ഈ നമ്പറിലോട്ടേ വരത്തുള്ളൂ. സോ A11 A22 മൈനസ് A12 A21 ഈസ് കോൾഡ് ദി ഡിറ്റർമിനൻറ്റ് ഓഫ് എ 2x2 മെട്രിക്സ്. സോ ഫോർ എ 2x2 മെട്രിക്സ്, suppose the entries are A, B, C, D, then determinant is denoted like this, A, B, C, D is equal to, that will be A11 into A22, here it is AD minus A12 A21 into A12, that is BC. So determinant of a 2x2 matrix is AD minus BC. ഇതായിരിക്കും ഒരു 2x2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ്. ഇനി ഒരു 3x3 മെട്രിക്സ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ A11 A12 A13 A21 A22 A23 A31 A32 A33, ഒരു 3x3 മെട്രിക്സ് ആണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ എനിക്ക് ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ 6 വേയ്സ് ഉണ്ട്. എനിക്ക് ഫസ്റ്റ് റോയിൽ എക്സ്പാൻഡ് ചെയ്യാം, സെക്കൻഡ് റോ ഐ ക്യാൻ യൂസ് ദി തേർഡ് റോ ഓർ ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം ഓർ തേർഡ് കോളം, അങ്ങനെ 6 വേയ്സ് ഉണ്ട്. പക്ഷേ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും വി വിൽ എൻഡ് അപ്പ് വിത്ത് ദി സെയിം നമ്പർ, ആൻഡ് ദാറ്റ് നമ്പർ ഇസ് കോൾഡ് ദി ഡിറ്റർമിനൻറ്റ് ഓഫ് ദി മെട്രിക്സ്. നമുക്ക് ഫസ്റ്റ് റോയിൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് റോയിലാണ് എക്സ്പാൻഡ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി A11 into its sign. A11 the sign is -1 raised to 1 plus 1, that is +1. So plus A11 into അതിൻ്റെ റോസും അതിൻ്റെ കോളംസും നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ A11 റോസും A11 കോളവും എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് വിൽ ബി ദിസ് പോർഷൻ. സോ മൈനർ വിൽ ബി ഡിറ്റർമിനൻറ്റ് ഓഫ് ദിസ് പോർഷൻ. സോ ഇൻറ്റു മൈനർ ഇസ് A22 A23 A32 A33. അടുത്ത നെക്സ്റ്റ് എൻട്രി ഈസ് A12. A12യുടെ സൈൻ മൈനസ് ആണ്, കാരണം 1 + 2 3 ആയതുകൊണ്ട് -1 raised to 3 is -1 ആയതുകൊണ്ട് ദാറ്റ് ഈസ് മൈനസ് A12 ഇൻറ്റു അതിൻ്റെ മൈനർ, അതിൻ്റെ റോസും അതിൻ്റെ കോളംസും ഞാൻ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദ റിമൈനിങ് 4 എൻട്രീസ് ആർ ദീസ് 4. സോ ഡിറ്റർമിനൻറ്റ് A21 A23 A31 A33. Again next one A13യുടെ സൈൻ പോസിറ്റീവ് ആണ്, കാരണം 1 + 3 4 ആയതുകൊണ്ട്. സോ ഇറ്റ് വിൽ ബി പ്ലസ് A13 ഇൻറ്റു അതിൻ്റെ റോസും കോളംസും കളഞ്ഞു കഴിഞ്ഞാൽ റിമൈനിങ് വിൽ ബി ദിസ് പോർഷൻ, ദറ്റ് ഈസ് A21 A22 A31 A32. So the determinant will be equal to A11 into
2 by 2 മെട്രിക്സ് 2 by 2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ഓൾറെഡി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ദാറ്റ് ഇസ് AD മൈനസ് BC ആണ്. സോ A22 A33 മൈനസ് A32 A23 മൈനസ് A12 ഇൻറ്റു A21 A33 മൈനസ് A31 A23 പ്ലസ് A13 ഇൻറ്റു A21 A32 മൈനസ് A31 മൈനസ് ഇൻറ്റു A22. So this is the determinant of 3 by 3 matrix. ഇനി 4 by 4 മെട്രിക്സ് വരുമ്പോഴത്തേക്കും കാൽക്കുലേഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആകും. പക്ഷെ നമുക്ക് ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ 6 വേസ് ഉള്ളതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് നമുക്ക് ഏത് റോയിലും ഏത് കോളത്തിലും വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം, നോ പ്രോബ്ലം. ഏത് റോയിലാണോ സീറോസ് ഒരുപാട് വരുന്നത് നമ്മൾ ആ റോയിൽ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി എ അഡ്വാൻറ്റേജ്. കാരണം ഒരു എൻട്രി 0 ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേമിൻ്റെ കാൽക്കുലേഷൻ ഒഴിവായി കിട്ടും, ബാക്കി മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ കൂടുതൽ സീറോസ് ഉള്ള റോയിൽ നമ്മൾ ഡിറ്റർമിനൻറ്റ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈസി. നമുക്കൊരു എക്സാമ്പിളോടെ നോക്കാം. ലെറ്റ് us calculate the determinant of 121 211 112 is equal to ഫസ്റ്റ് എൻട്രി ഇതിൻ്റെ സൈൻ ഫസ്റ്റ് റോയിലാണ് നമ്മൾ എപ്പോഴും എക്സ്പാൻഡ് ചെയ്യുന്നതെങ്കിൽ സൈൻ കൺവെൻഷൻ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ആദ്യത്തെ സൈൻ പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ആണ്, പോസിറ്റീവ് ആണ്. സെക്കൻഡ് റോയിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി മൈനസ് പ്ലസ് മൈനസ്. തേർഡ് റോ ആണെങ്കിൽ ഇറ്റ് വിൽ ബി പ്ലസ് മൈനസ് പ്ലസ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് റോയിൽ എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ സൈൻ കൺവേർഷൻ പോസിറ്റീവ് നെഗറ്റീവ് ദെൻ പോസിറ്റീവ്. സോ 1 ഇൻറ്റു അതിൻ്റെ റോസും കോളംസും കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വരുന്ന സബ് ഡിറ്റർമിനൻറ്റ് ഈസ് 1112 1112 മൈനസ് നെക്സ്റ്റ് എൻട്രി ഈസ് 2 അതിൻ്റെ റോസും കോളംസും കളഞ്ഞു കഴിഞ്ഞാൽ 2112 പ്ലസ് നെക്സ്റ്റ് എൻട്രി ഈസ് 1 അതിൻ്റെ റോസും കോളംസും കളഞ്ഞു കഴിഞ്ഞാൽ 2111. So this is equal to 1 into this is AD minus BC, so 2 minus 1 minus 2 into 4 minus 1 plus 1 into 2 minus 1. So that is equal to 1 into 1 minus 2 into 3 plus 1 into 1. That is 1 minus 6 plus 1, that is equal to minus 4. So determinant of the matrix is minus 4. അപ്പോൾ ഇതുപോലെ നമുക്ക് ഏത് മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് വേണമെങ്കിലും കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. നെക്സ്റ്റ് ഈസ് ട്രേസ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ്. ഡിറ്റർമിനൻറ്റ് പോലെ തന്നെ ഒരു സ്ക്വയർ മെട്രിക്സിന് നമുക്ക് ട്രേസ് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ ഡിറ്റർമിനൻറ്റ് പോലെ ട്രേസിൻ്റെ കാൽക്കുലേഷൻ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. ട്രേസ് ഈസ് നത്തിങ് ബട്ട് സം ഓഫ് എൻട്രീസ് ഇൻ ദി പ്രിൻസിപ്പൽ ഡയഗണൽ. പ്രിൻസിപ്പൽ ഡയഗണലിൽ വരുന്ന എൻട്രീസിൻ്റെ സമ്മിന് നമ്മൾ പറയുന്ന പേരാണ് ട്രേസ് ഓഫ് ദി മെട്രിക്സ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എ എന്ന് പറയുന്ന മെട്രിക്സ് തന്നിട്ടുണ്ട്, ബി എന്ന് പറയുന്ന മെട്രിക്സ് തന്നിട്ടുണ്ട്. ആൻഡ് വി നീഡ് ടു ഫൈൻഡ് ട്രേസ് ഓഫ് എ, ട്രേസ് ഓഫ് ബി ആൻഡ് ട്രേസ് ഓഫ് എ ബി. And we need to check whether a trace of AB is equal to trace of A into trace of B. ആദ്യമേ നമുക്ക് trace of A കാൽക്കുലേറ്റ് ചെയ്യാം. സോ trace of A is equal to എയുടെ പ്രിൻസിപ്പൽ ഡയഗണലിലുള്ള എൻട്രീസ് സം ചെയ്യുക. ദിസ് ഇസ് ദി പ്രിൻസിപ്പൽ ഡയഗണൽ ഓഫ് എയുടെ പ്രിൻസിപ്പൽ ഡയഗണലിലുള്ള എലമെൻസിൻ്റെ സം ഇസ് 1 plus 1 plus 2 that is equal to 4. And trace of B is equal to ബിയുടെ പ്രിൻസിപ്പൽ ഡയഗണൽ ഇസ് 1 3 minus 1. സം ചെയ്യുമ്പോൾ 1 minus 1 ക്യാൻസൽ ആയി പോയിട്ട് ദാറ്റ് വിൽ ബി 3. ഓക്കെ, നമുക്ക് ഇനി എ ബി കാൽക്കുലേറ്റ് ചെയ്യാം. എ ബി ഇസ് ഈക്വൽ ടു എ ഇസ് 1 2 1 3 1 minus 1 0 1 2 into 1 2 3 2 3 1 minus 1 0 minus 1. This is equal to first row into first column. First row into first column 1 plus 4 minus 1. First row into second column 2 plus 6 plus 0. First row into third column 3 plus 2 minus 1. Second row into first column 3 plus 2 plus 1. Second row into second column is 6 plus 3 plus 0. Second row into third column is 9 plus 1 plus 1. Third row into first column is 0 plus 2 minus 2. Third row into second column is 0 plus 3 plus 0. Third row into third column 0 plus 1 minus 2. So this is equal to
4, 8, 4, 5 plus 1, 6, 9, 11, 0, 3, minus 1. Now let us calculate the trace of AB. So trace of AB is equal to sum of principal diagonal of the matrix AB, that is 4 plus 9 minus 1, that is 4 plus 8, 12. But here trace of AB is equal to, trace of AB is 12, and that is equal to trace of A into trace of B. Properties of determinant and trace. First property is, for any two matrices A and B, determinant cannot be separated in terms of addition and subtraction. That is, determinant of A plus B need not be equal to determinant A plus determinant B, and determinant of A minus B need not be equal to determinant A minus determinant B. But in case of multiplication, we can separate the determinant. That is, determinant of AB will be equal to determinant of A into determinant of B, so that determinant of A squared can be written as determinant of A squared is A into A. We can separate this determinant, so determinant of A into determinant of A, and that becomes determinant of A the whole squared. In generally, we can write determinant of A the whole raised to n is equal to determinant A the whole raised to n, which means in case of determinant, the power can be pulled outside. Now the properties of trace. For any two square matrices A and B, trace can be separated while adding the matrix and subtracting the matrix. That is, trace of A plus B will be equal to trace of A plus trace of B, and trace of A minus B will be equal to trace of A minus trace of B. For trace, that property holds. The next one is, for any two square matrices, trace of AB need not be equal to trace of A into trace of B. Already നമ്മളൊരു എക്സാമ്പിൾ ചെയ്തായിരുന്നു. ആ എക്സാമ്പിളിനകത്ത് ട്രേസ് ഓഫ് എ ബിയും ട്രേസ് ഓഫ് എ ഇൻറ്റു ട്രേസ് ഓഫ് ബിക്ക് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിരുന്നു ചോദിച്ചത്. പക്ഷേ ആ കേസിൽ നമുക്കത് ഈക്വൽ ആയിട്ടാണ് വന്നത്. രണ്ടും 12 എന്നാണ് വന്നത്. രണ്ടും നമുക്ക് ഈക്വൽ ആയിട്ടാണ് കിട്ടുന്നത്. ബട്ട് ദാറ്റ് റിസൾട്ട് ഇസ് നോട്ട് ജനറലി ട്രൂ. അത് യാദൃച്ഛികമായിട്ട് അവിടെ ഈക്വൽ ആയെന്നേ ഉള്ളൂ. ആ റിസൾട്ട് ജനറലി ട്രൂ അല്ല. ഫോർ എക്സാമ്പിൾ, ലെറ്റ് us take the matrix A is equal to 1 1 2 1 and B is equal to 2 1 1 4. What is trace of A? Trace of A is sum of diagonals, principal diagonal, that is 2. Trace of B is equal to 6. What is AB? AB is equal to first row into first column, it is 2 plus 1. First row into second column, 1 plus 4. Second row into first column, 4 plus 1. Second row into second column, 2 plus 4, and that is equal to 3 5 5 6. Here trace of AB is equal to 3 plus 6, that is 9, and clearly trace of A into trace of B is not equal to trace of AB. So that property need not hold in general. For two matrices, trace of AB need not be equal to trace of A into trace of B. But this property holds for any two matrices. Trace of AB is equal to trace of BA. നമുക്കറിയാം എ ബിയും ബി എയും ഈക്വൽ ആകണമെന്നില്ല, പക്ഷെ രണ്ടുപേരുടെ ട്രേസും ഈക്വൽ ആയിരിക്കും. അത് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. ഇൻഫാക്ട് സംടൈംസ് എ ബിയുടെയും ബി എയുടെയും ഓർഡേഴ്സ് തന്നെ ഡിഫറൻ്റ് ആയിരിക്കും, പക്ഷെ അവരുടെ ട്രേസ് എപ്പോഴും സെയിം ആയിരിക്കണം, പ്രൊവൈഡഡ് എ ബിയും ബി എയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ, എ എന്ന് പറയുന്നത് ഒരു 2/3 മെട്രിക്സ് ആണെന്ന് എടുക്കാം. എ ഇസ് എ 2/3 മെട്രിക്സ് ആൻഡ് ബി ഇസ് എ 3/2 മെട്രിക്സ്. അപ്പോൾ ഈ കേസിൽ എനിക്ക് എ ബിയും കാൽക്കുലേറ്റ് ചെയ്യാം, ബി എയും കാൽക്കുലേറ്റ് ചെയ്യാം. അവർ രണ്ടുപേരും എന്തായാലും ഈക്വൽ ആകില്ല, കാരണം ഞാൻ എ ബി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എ ബിയുടെ ഓർഡർ 2/2 ആയിരിക്കും, ബി എ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബി എയുടെ ഓർഡർ 3/3 ആയിരിക്കും. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും സെയിം ഓർഡർ അല്ല, ഡിഫറെൻറ്റ് ഓർഡറാണ്. അതുകൊണ്ട് തന്നെ എ ബിയും ബി എയും ഈക്വൽ ആകില്ല, ബട്ട് ട്രേസ് ഓഫ് എ ബിയും ട്രേസ് ഓഫ് ബി എയും
അപ്പോഴും ഈക്വൽ തന്നെ ആയിരിക്കും. അപ്പോൾ എ ബിയും ബി എയും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന മെട്രിക്സുകൾക്ക് ട്രേസ് ഓഫ് എ ബി ട്രേസ് ഓഫ് ബി എക്ക് ഈക്വൽ ആയിരിക്കും. മെട്രിക്സുകൾ ഈക്വൽ ആകണമെന്നില്ല, പക്ഷേ സം അലോങ് ദി പ്രിൻസിപ്പൽ ഡയഗണൽ വിൽ ബി ഈക്വൽ. സോ ദിസ് ഈസ് ട്രൂ ഫോർ എനി ടു matrices. Next problem. A is equal to alpha to 2 alpha and determinant of A cube is equal to 125. Then alpha is equal to. Okay. Given that determinant of A cube is equal to 125. Properties of determinant നമുക്ക് ഒരു കാര്യം അറിയാം. Determinant of a raised to n is determinant a raised to n. ഈ പവർ നമുക്ക് പുറത്തോട്ട് പുള്ളി ചെയ്യാൻ പറ്റും. So we can write determinant a the whole cube is equal to 125, from which we can calculate determinant a. Since this is 5 cube, so determinant a is 5. So determinant of a is 5. Now we can calculate determinant of a. Determinant of a is equal to determinant of alpha 2 alpha. That is equal to determinant of a 2 by 2 matrix is AD minus BC. So this is alpha into alpha, alpha squared minus 2 into 2, 4, and we know that this is equal to 5. So that alpha squared is equal to 5 plus 4, that is equal to 9. So alpha squared is equal to 9, which implies alpha is equal to plus or minus 3. So correct option is option B. Problem 2. A is equal to 1, 2, 2, 3 and given that a squared minus lambda a minus I2. I2 is the identity matrix of order 2 by 2. And then what is the value of lambda? Okay, ആദ്യമേ നമുക്ക് a square calculate ചെയ്യാം. A squared is equal to 1, 2, 2, 3 into 1, 2, 2, 3. So that is equal to first row into first column, that is 1 plus 4. First row into second column, 2 plus 6. Second row into first column, 2 plus 6. Second row into third column, 4 plus 9. So that is equal to 5, 8, 8, 13. So this is a squared. Given that a squared minus lambda a minus I is a 0 matrix. That is a squared is 5, 8, 8, 13 minus lambda into a is 1, 2, 2, 3 minus I is 1, 0, 0, 1 is equal to 0 matrix. That is 0, 0, 0, 0. So that is first entry becomes 5 minus lambda minus 1. Second entry becomes 8 minus 2 lambda. Third entry is 8 minus 2 lambda. Next one is 13 minus 3 lambda minus 1. So this is equal to 0 matrix. So we get this is 4 minus lambda, 8 minus 2 lambda, 8 minus 2 lambda. This is 12 minus 3 lambda is equal to 0, 0, 0, 0. Any ഇതിൽ ഏത് ഇക്വേറ്റ് ചെയ്താലും കുഴപ്പമില്ല. 4 minus lambda is equal to 0 and we get lambda is equal to 4. Problem 3. A is equal to 1, 0, half 1, then a raised to 100. ഇവിടെ നമുക്ക് a raised to 100 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്കത് അത്രയും മൾട്ടിപ്ലൈ ചെയ്തെടുക്കാൻ പറ്റില്ല, ജനറലൈസ് ചെയ്തെടുക്കാനേ പറ്റത്തുള്ളൂ. നമുക്ക് ആദ്യമേ എ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാം. ബിഫോർ ദാറ്റ് എ ഇസ് ഈക്വൽ ടു 1, 0. ഞാൻ ഈ 1/2 പകരം തൽക്കാലം എക്സ് എന്ന് എഴുതുകയാണ്, 1. ഇനി ലെറ്റ് us കാൽക്കുലേറ്റ് വാട്ട് ഇസ് എ സ്ക്വയർഡ്. A squared will be 1, 0 x1 into 1, 0 x1. That is equal to first row into first column chamber, it will be 1 plus 0. First row into second column becomes 0 plus 0.
second row into first column becomes x plus x, and second row into second column becomes 0 plus 1. So we get 1 0 2x 1. ഞാൻ ആ മെട്രിക്സിനെ സ്ക്വയർ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് എൻട്രീസിനും യാതൊരു ചേഞ്ചും വന്നിട്ടില്ല. 1 0 1 1 0 1. ആകെ ചേഞ്ച് വന്നത് ഈ ഒരു എൻട്രിക്ക് മാത്രമാണ്. ഇവിടെ എക്സ് മാറി 2x ആയി. ഞാൻ എ ക്യൂബ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി 1 0 1 ഹിയർ. ഈ 2x മാറി 3x ആകും. So we need to calculate what is a raised to 100. So a raised to 100 will be equal to 1 0. Here it will be 100x into 1. That is equal to 1 0 100x. Here x is nothing but 1 by 2. So 100 into 1 by 2 1. So answer is 1051. Problem number 4. If the product of this matrix is equal to 1 3 78 0 1, then the value of n equals. ഓക്കെ, ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ മൂന്ന് എൻട്രീസും എല്ലാ മെട്രിക്സിനും സെയിം ആണ്. 1 0 1 1 0 1 1 0 1. അപ്പോൾ ആകെ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു എൻട്രിയിൽ മാത്രമാണ്. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, നോക്കാം നമുക്ക്. ആദ്യത്തെ രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 1 1 0 1 ഇൻറ്റു 1 2 0 1. So first row into first column becomes 1 plus 0 1. First row into second column becomes 2 plus 1. Second row into second column is 0 plus 0, that is 0. And second row into third column is also 1. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴും ആ മൂന്ന് പൊസിഷനുകൾക്കും യാതൊരു ചേഞ്ചും സംഭവിച്ചിട്ടില്ല. ആകെ ചേഞ്ച് സംഭവിച്ചത് ഇവിടെ മാത്രമാണ്. ആൻഡ് ഇറ്റ് ബിക്കംസ് 1 plus 2. സോ 1 0 1 plus 2 1. ഓക്കെ, അഗെയിൻ ഇതും അടുത്ത മെട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 1 plus 2 0 1 ഇൻറ്റു 1 3 0 1. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ദാറ്റ് ഈസ് 1 plus 0, അത് 1 തന്നെ ആയിരിക്കും. ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ചെയ്യുമ്പോൾ ദാറ്റ് ബിക്കംസ് 3 plus 1 plus 2. Second row into first column becomes 0, and second row into second column is also again 1. So that is 1 1 plus 2 plus 3 0 1. ഇപ്പോൾ നമുക്ക് ആ പാറ്റേൺ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. മൂന്ന് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇറ്റ് വിൽ ബി 1 plus 2 plus 3. അപ്പോൾ നമ്മളിത് മൊത്തം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് മെട്രിക്സ് ഇസ് 1. സോ ഹിയർ ഇറ്റ് വിൽ ബി 1 plus 2 plus etc up to n. ബാക്കിയെല്ലാം സെയിം ആയിരിക്കും. സോ ദ പ്രോഡക്റ്റ് ഓഫ് ഓൾ ദീസ് മെട്രിസസ് becomes 1 1 plus 2 plus 3 plus etc plus n 0 1, and given that it is equal to 1 378 0 1. So we get 1 plus 2 plus 3 plus etc plus n is equal to 378. That is n into n plus 1 by 2 is equal to 378. So n into n plus 1 is equal to 756. ഒന്നെങ്കിൽ ഇവിടെ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ചിട്ട് ഇത് സോൾവ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ രണ്ട് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് 756 വരുന്നത് നോക്കിയാൽ മതി. അത് നമുക്ക് ഓപ്ഷനിൽ നിന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും. ദാറ്റ് വിൽ ബി either 26 into 27 or 27 into 28 or 377 into 378 or 378 into 379. These two are large numbers, and we can observe that 27 into 28 is 726. So this is 27 into 28 is equal to 756. So this n is 27. So n is equal, value of n is 27. n ചെയ്യണമെന്നില്ല, ഇവിടെ വെച്ച് ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കിയിട്ട് സോൾവ് ചെയ്താലും നമുക്ക് n ൻ്റെ വാല്യൂ കിട്ടും.